സംയുക്ത സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനമാണ് നടത്തിയത്. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. CR മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഈ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ, അടിയന്തര ചികിത്സ വേണമെങ്കിൽ പണം കൊടുക്കണം. ഇപ്പോൾ ഹാർട്ടിൻ്റെ സർജറി, ഒരാൾ നെഞ്ചുവേദന വരുന്നു, നമ്മളിവിടെ എടുത്താൽ നേരെ ആശുപത്രി കൊണ്ടുപോകുന്നു, ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ചോദിക്കും എങ്ങനെ ഇവിടെ ചെയ്യണം. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറയും, പൈസ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പത്തനംതിട്ട, പിന്നെ കോട്ടയത്ത്, പിന്നെ തിരുവനന്തപുരത്ത്, പിന്നെ അവിടെ ഒരു ഡേറ്റ് ഇട്ട് തരിക. ഇപ്പോൾ ഇത് മെയ് മാസമാണെങ്കിൽ ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്ക് സർജറി എടുക്കുക. ഈ ഡോക്ടർ പറയുന്ന ഈ ദിവസവും ഓപ്പറേഷൻ ഇട്ട ഡേറ്റും തമ്മിലുള്ള ആ ദിവസങ്ങളിൽ ദൈവം ആയുസ് അനുവദിച്ച് തന്നെങ്കിൽ മാത്രമേ ആൾ ജീവിക്കുള്ളൂ. മറ്റേയാൾക്ക് കുറുപ്പ് ഡോക്ടർ മരുമം പറയാണ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം കൊടുക്കും. അയാൾക്ക് അയാളുടെ ബ്ലോക്ക് മാറ്റി അയാൾ വീണ്ടും ദൈനംദിന ജീവിതത്തിലുള്ളൂ, അയാൾ ഏറെക്കാലം ജീവിക്കുന്നു. മറ്റേ ദൈവം അനുവദിച്ച് തന്നെങ്കിൽ മാത്രമേ. അപ്പോൾ അങ്ങനെ ചികിത്സ സമ്പത്തില്ലാത്തൊരു നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഡയാലിസിസിൻ്റെ രോഗികളുടെ എണ്ണം 770 ആളാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. 770 പേരാണ് ഡയാലിസിസിന് രജിസ്റ്റർ ചെയ്ത് മഴ പെയ്യുമെന്ന് കാത്ത് വേരാമ്പൂർ വെള്ളവർക്ക് നിൽക്കുന്നതുപോലെ കാത്തു. അപ്പോൾ ഈ 770 പേരിൽ ഇവർക്ക് ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ്. സാധാരണക്കാരനെ ഈ അസുഖങ്ങളെല്ലാം വരുന്ന സാധാരണക്കാർക്കാണല്ലോ. HRPM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നഹാസ് കൊരണ്ടിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ സലാം പുതിയകാവ് സ്വാഗതം പറഞ്ഞു. KS പുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹിയാനത്ത്, മുഹമ്മദ് ബഷീർ സൈനി, നഹാസ് ഇബ്രാഹിം, എസ് സുഭാഷ്, ഡോക്ടർ ഗോകുൽ ആർ കൃഷ്ണൻ, അനിത സന്തോഷ്, വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. ആ തൊഴിലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ തൊഴിലൊന്നും വേണ്ടായിരുന്നു, മാന്യമായി സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ എനിക്ക് അർഹതയില്ലാത്ത ഒരു രൂപ പോലും എൻ്റെ പോക്കറ്റിൽ വരരുത്. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് മറ്റു ജോലിയും കാര്യങ്ങളൊക്കെ ഉച്ചവരെയും ഉച്ചതിരുന്ന സമയം മുഴുവൻ പാർട്ടി ഓഫീസിലും. ഈ പാർട്ടി ഓഫീസിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് വരാറുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതാൻ അറിയാത്ത ആളുകളാണ്. ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും കൃത്യമായ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു വില്ലേജ് ഓഫീസിലേക്കോ ഒരു പരാതി എഴുതാൻ അറിയാത്ത ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ട്, നിങ്ങളുടെ അയൽവക്കത്തുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ വളർന്നു വന്ന് ആ പാർട്ടിക്കകത്ത് ആരൊക്കെയോ ആയി മാറി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ എങ്ങനെ നമ്മളെ ഇല്ലായ്മ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.